മാധവൻ ചേട്ടന് ചാരായം തീരെ ഇഷ്ടമല്ല അല്ലേ? ഇഷ്ടമൊക്കെ തന്നെയാ, പക്ഷെ അവള് തന്നിട്ട് വേണ്ടേ? മിണ്ടാതെ അവിടെ ഇരുന്നോ കേട്ടോ. ആരാ അത്? ഇരുന്നട്ടെ. കുടിക്കാൻ എന്തെങ്കിലും സമ്പ്രദായം എനിക്കും. മാറി അങ്ങോട്ട്. ഇരിക്കണേ, ഒന്നിരിക്കണേ. മാറി അങ്ങോട്ട്. നല്ലതാ. ഇവിടെ വേറെ ക്ലാസ് ഒന്നുമില്ലേ? കച്ചവടമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? കഷ്ടിച്ച് ജീവിക്കുന്നു. തൊടാനൊന്നുമില്ലേ? അല്ല ആശാന് ട്യൂബേ. എടാ പട്ടി, നിനക്ക് തൊടാൻ വേണം അല്ലേടാ? തൊട്ടോ തൊട്ടോ. എല്ലോടിക്കും ആശാനെ. ആശാനെ, എന്തു പറ്റിയമ്മേ? ഇവിടെ വരുന്നവരെയൊക്കെ വരട്ടാറുള്ള ആളല്ലേ? കൊച്ചോണ്ട് എന്റെ മുമ്പിന്ന് രണ്ടിനെ ഞാൻ ചൊരിപ്പിടിച്ച് കളയുന്നു. മനുഷ്യൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു, നിങ്ങൾക്ക് വല്ല അറിയാമോ? എന്തുമല്ലേ ഞാൻ പിടിച്ചിരുന്നു? ഞാൻ തന്നെ കാട്ടിയത്തൊന്നുമല്ലേ. താൻ കാട്ടുചെന്തതിനേക്കാൾ വൃത്തികെട്ടവന്. അത് നമ്മൾ തമ്മിൽ അടുപ്പമില്ലാത്തതുകൊണ്ട് തോന്നുന്നതാ. അടുത്താലല്ലേ ആളെ അറിയൂ. ഇയാൾ എന്താ ചെയ്യാൻ? എന്ത് ചെയ്യാൻ ഞാൻ പറഞ്ഞു തരാം. ഇങ്ങോട്ട് വാ. എനിക്കിച്ചിരി തിരക്കുണ്ട്. ഇങ്ങോട്ട് വരാൻ. അല്ല, എന്നെ കണ്ടതുകൊണ്ട് പോകണ്ടെന്ന് പറയാൻ വിളിച്ച. പിന്നെ തന്നെ പേടിച്ചിട്ടല്ല ഇവിടെ എല്ലാവരും ജീവിക്കുന്നത്. താനാണ് ഗവർണർ. നിന്നെ ഞാൻ എടുത്തോളാം. എന്നാണെന്ന് തലേ ദിവസം തന്നെ ഒന്ന് പറഞ്ഞേക്കണേ. നീ പോ. എന്റെ പേര് ഹംസയാണെന്ന് ഓർത്തു. എന്റെ പേര് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. നീ പോ. അന്തോണി ചേട്ടാ, ഞാൻ വീട്ടിലോട്ട് വരാം.
അപ്പച്ചാ. അമ്മണി, നല്ല കച്ചവടം കിട്ടിയോ മോളെ? കിട്ടി അപ്പച്ചാ. എന്റെ മോള് വല്ലാതെ കഷ്ടപ്പെടും. സാരമില്ല അപ്പച്ചാ. അമ്മണി. അപ്പച്ചാ, ഇതാരാണെന്ന് നോക്കിക്കോ അപ്പച്ചാ. ആരാ മോളെ? അന്തോണി, നീ എപ്പോ വന്നു മോനെ? ഇന്ന് കാലത്ത് വന്നതേ ഉള്ളൂ. എന്നിട്ട് ഇപ്പോഴേ ഇങ്ങോട്ട് വരാൻ തോന്നിയുള്ളൂ? വന്നു കേറിയില്ല, അതിനു മുമ്പ് തുടങ്ങിയ അപ്പച്ചന്റെ പഴയ സ്വഭാവം. ഇരിക്കെ, ഞാൻ ഇച്ചിരി കാപ്പി ഉണ്ടാക്കി കൊണ്ടുവരാം. മോനെ, ഇങ്ങോട്ട് അടുത്തിരിക്കും, ഞാൻ കണ്ണു നിറയെ കാണും. എന്റെ പൊന്നു മോനെ, നീ ജയിലിൽ പോയ പിന്നെ എന്റെ മോളുടെ കണ്ണീര് തോന്നത്തില്ല. എനിക്കറിയാം, പക്ഷെ ഞാൻ തിരിച്ചു വന്നത് എന്നെ ചതിച്ചവരോട് പകരം ചോദിക്കാൻ. നിരപരാധിയായി ഞാൻ ജയിലിൽ കിടന്ന് അറിയിച്ചപ്പോ ആ പട്ടി ഇവിടെ സൂഹിക്കുകയായിരുന്നു. ഇനി അങ്ങനെ സൂഹിക്കാൻ അവനെ ഞാൻ അനുവദിക്കില്ല. ആരെങ്കിലും സൂചിച്ചോട്ടെ, അതിന് നമുക്കെന്താ? ഈ കാപ്പി കുടിക്കും, കഴിക്കാൻ വല്ല ഉണ്ടാക്കാം. അതിനുമ്പ് പൊക്കളയില്ലേ? അമിന, അമിന. അല്ലോ, നല്ല കുപ്പായോ സഞ്ചിയാണല്ല. ഇത് എവിടെ നിന്ന് കിട്ടിയാളിയനി? വല്ല ഉടുപ്പോ തട്ടോ വല്ലം പോയി മേടിക്കും. ഇനി ചക്കാത്തിലൊന്നും ജീവിക്കുന്നില്ല. ഓ, നിന്റെ ഒരു 100 ഉലുവ. ഞാൻ തരാനുള്ള കാശ് മുഴുവൻ എടുത്തു. ബാക്കിയുണ്ടെങ്കിൽ അഡ്വാൻസ് ആയിരിക്കും. ഇത്ര നാളുണ്ടായില്ല ഈ പ്രതാപമൊക്കെ. ഇപ്പൊ എവിടെ നിന്ന് കിട്ടി ഈ 100, 50 ഒക്കെ? മുതലാളി കൊടുത്തതായിരിക്കും. ഇവരൊരു ചായ കൊടുത്തേക്ക്, എന്റെ പറ്റും. ഡബിൾ സ്ട്രോങ്. ഏതായാലും അളിയൻ രക്ഷപ്പെട്ടു. എനിക്ക് കൂടിയാ മുതലാളി. എന്താ 10 ദോശ. അന്തോണിക്ക് കൂടെ ചേർത്തായിരിക്കും അല്ലേ? ചേർത്തായിരിക്കും. ആമിനയുടെ ബാപ്പ വലിയ സൗര്യത്തിലാണല്ലോ. പടശോനറിയാം. മോളെ, നല്ല മീൻ വല്ലതും കിട്ടുകയാണെങ്കിൽ വൈകിട്ട് ഇതിലെ വരണം. അയ്യോ, ഇന്ന് കച്ചവടത്തിന് എങ്ങും പോകുന്നില്ല മമ്മുക്ക. ഒരു ദിവസമെങ്കിലും ഒന്ന് ചുമ്മാ ഇരിക്കാൻ പോവാ. മനസ്സിലായി മനസ്സിലായി. വരീതേ, സ്ട്രോങ് ആയിട്ടൊരു ചായ അടി. എന്താ ഇത്ര കാലത്തെ? എന്ത് പറയാനാ തോണിച്ചേട്ടാ, രാവിലെ ഒരു സ്ട്രോങ് ചായ കിട്ടിയതാ, അത് കുടിക്കാനും പറ്റിയില്ല. രാവിലെ ഞാൻ കടയിലോ അല്ല, കാലത്തെ പല്ല് തേപ്പും കുളിയൊന്നും കഴിഞ്ഞില്ല അല്ലേ? അകത്തുണ്ട്. അയ്യോ അമ്മ ചേച്ചി, അയ്യോ കല്യാണം കഴിക്കണല്ലേടാ? എന്റെ പോന്റെ അമ്മണി ചേച്ചി, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ല. സ്ട്രോങ് ചായ കിട്ടിയോടാ? ഇവിടെ ഇത്തവണത്തേക്ക് ക്ഷമിച്ചേക്ക്. എടാ, മേലാലിന്റെ കണ്ണുമട്ടത്ത് കണ്ടാലുണ്ടല്ലോ ട്യൂബേ, നിന്നെ ഞാൻ ഫ്യൂസാക്കും. ഇന്നാകെ കുഴപ്പമായല്ലോ. ഏത് പണ്ടാരത്തിനെയാണോ കണി കണ്ടത്? അമ്മണി ചേച്ചി, ഭർത്താവേ. ആ, ഇന്ന് ചായക്കടയിൽ ചെന്നപ്പോഴേ ആ തടിയ ഹംസ അവിടെ ഉണ്ടായിരുന്നു. എവിടെ നിന്നാണെന്ന് അറിയാൻ പാടില്ല. ഒരു ജുബ്ബയൊക്കെ ഇട്ട് വലിയ ഗമയില്ല. ആ, ഇന്നാ ദോശ.
വേഗം കഴിക്കും, അപ്പച്ചൻ നോക്കിയിരിക്കായിരുന്നു. നീ അവിടെ വെച്ചേക്ക്, ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. ഓ എന്നാ ശരി. കാലിന് ബലമുള്ള പെമ്പിള്ളേരെ തോട്ടിലിറങ്ങാവൂ. കാലിനല്ല, തോടിന്റെ വരമ്പിനാ ബലമില്ലാത്തത്. അത് കാർത്തിയാനിയുടെ മോളാ, സൂക്ഷിക്കണം. ഞാൻ അതിനും മാത്രം അപരാധമൊന്നും ചെയ്തില്ലല്ലോ. അല്ല, വെള്ളത്തിൽ വീഴുന്നവരെ രക്ഷിക്കുന്നത് കൊള്ളാം, നല്ല കാര്യമാണ്. പക്ഷേ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരുടെ കൈ പിടിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഓ, സൂക്ഷിച്ചോളാം. എനിക്ക് പിണക്കോ? എന്ത് പറ്റി? പല്ല് വെക്കാൻ എത്ര നേരം വേണം? ജോലിക്ക് പോകുമെന്നും വേണ്ടേ? ഓ, ക്ഷമിക്കണേ. വേഗം കഴിക്കുന്ന, എനിക്ക് വേറെ ജോലിയുണ്ട്. ഇവിടം വരെ ആയുള്ളോ? ഗോപിക്കുന്ന ഷാപ്പിൽ പോകണ്ടേ? പോണം. ഉപ്പാപ്പ, മാമയ്ക്കൊരു ചായ എടുത്തോട്. കഴിച്ചോ കഴിച്ചോ. അല്ല, ഫയലി ചേട്ടനോ? കണ്ടിട്ട് എത്ര നാളായി. വീട്ടിലാർക്കും വിശേഷമൊന്നുമില്ലല്ലോ? ഒരു വിശേഷമില്ല. ഒരു ചെറിയ ആവശ്യം. ആ തോർത്തൊന്ന് അഴിച്ചാ പൈലിച്ചേട്ടാ. അഴിച്ചതാ പൈലിച്ചേട്ടാ. ആ നോക്കി നിൽക്കാതെ ഇരിക്കു പൈലിച്ചേട്ടാ. ഇരിക്ക. വായ നോക്കിയിരിക്കാതെ ജീട്ടെടുത്ത് കളിക്ക് പൈലിച്ചേട്ടാ, അല്ലെ വെയിലുകൊണ്ട് ജീട്ട് പാടിപ്പോവും. കാശ് വെച്ച് കഴിക്കാനാണ് ഞാനില്ല. അയ്യോ, കാശ് വെച്ച് കളിക്കണ്ട, ചീട്ട് വെച്ച് കളിച്ചാ മതി. പിന്നെ വല്ലപ്പോഴും ഓരോ 4 എണ്ണ ഇങ്ങോട്ട് ഇട്ടോണ്ടിരിക്കണം. കാശിട്ട് പൈലിച്ചേട്ടാ. നീ മുടിഞ്ഞു പോത്തേ ഉള്ളൂ. ഓ, 4 അണ ഉലുത്തിയ ചായയുടെ ഒരു ബ്രാക്ക്. അല്ല പിന്നെ എടാ, നിനക്ക് വേറെ വല്ല ജോലിയും ചെയ്ത് ജീവിച്ചൂടെ? ആര് തരാനാ ജോലി? ഈ നാട്ടിൽ ആകെയുള്ള ഒരു പണക്കാരൻ ആ മത്തായി മുതലാളിയാ. ആ നാറിയുടെ കൂടെ ആര് ജോലി ചെയ്യും? ചേട്ടാ, ഒരുത്തനെയും കിട്ടുന്നില്ലല്ലോ ഒന്ന് കളിക്കാൻ. അമ്മണേ, നല്ല മീനല്ലോ ഉണ്ടോ? നല്ലതെന്ന് വെച്ചാ സ്വർണം കിട്ടിയ മീനാ. കാലത്തേക്ക് നിങ്ങൾ ചൂടാകാതെ. ഞാനേ നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. മുതലാളിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. എന്താ വിശേഷം? അതിപ്പോ ഞാൻ എങ്ങനെയാ പറയണേ? ഈ മീൻകോട്ടയം ചുമന്ന് കിടന്ന് നേർത്തിട്ട് വല്ല കാര്യമുണ്ട്. രക്ഷപ്പെടണമെങ്കിൽ നീ ചെന്ന് മുതലാളി ഒന്ന് കാണും. ഏരപ്പാളി, തന്റെ പെങ്ങളെ കൊണ്ട് കൊടുക്കണം മുതലാളിക്ക്. അവനൊരു കാര്യം പറയാൻ വന്നിരിക്കും. നീ അങ്ങനെ വല്ല മിടിക്കുന്നു വേണ്ട. എന്താ ഇവിടെ ബഹളം? താൻ തന്റെ പാട്ടിന് പോടൂ. ഇതൊക്കെ ഞങ്ങൾ നാട്ടുകാർ തന്നെ തീരുമാനിച്ചോളാം, അല്ലേ?
ആ പട്ടി. എടോ ഇത് സാപ്പാണെന്ന് അറിയാമല്ലോ. ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനാണ് എനിക്ക് ശമ്പളം തരുന്നത്. നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോയി പിള്ളേരെ, നീ മീനും കൊണ്ട് പോവച്ചേ. ഇയാള് കുറെ നാള് കൊണ്ട് എന്റെ കുറെ നടന്ന് ശല്യം ഉണ്ടാക്കും. ഹംസ പോ. ചെല്ല്. അവൻ മുതലാളിയുടെ ആളാണെന്ന് പറഞ്ഞ് നടക്കുക. എന്തിനാ അവന്റെ ഈ വഴക്കൻ ബഹളത്തിനൊക്കെ പോകുന്നത്? നമ്മുടെ മുമ്പിൽ വെച്ചല്ലേ അമ്മ അവൻ ആ പെണ്ണോട് തോന്നിയ ദിവസം പറഞ്ഞത്. ഇതൊക്കെ കണ്ട് നോക്കി നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. കാർത്യാനി ചേച്ചി ഇല്ല ഏട്ടാ. എങ്ങാണ്ട് കെട്ടിയെടുത്ത് കൊണ്ടുപോയിരിക്കുക. മീൻ വല്ലതും വേണോ ആവോ? വേണായിരുന്നു. പക്ഷെ അവള് പറയാതെ മീൻ പേടിച്ചാ ഇന്നിവിടെ കൊല നടക്കും. തുളസി എന്തി? അപ്പുറത്തെങ്ങാനും ഉണ്ടാവും. പെണ്ണ് വലിയ ജോലിയിലാണെന്ന് തോന്നുന്നല്ലോ. പഠിക്കാനെങ്കിലും പോണ്ടേ? പോണം. ഇത്തിരി കൈ കൊടുത്തേ. ഒരു മുഖക്കുരുവൊക്കെ മുളച്ച് വരുന്നുണ്ടല്ലോ. പോ ചേച്ചി, ചുമ്മാ കളിയാക്കാതെ. ചുമ്മാ അതിരി എന്റെ മോളെ. ഞാൻ ഇതൊക്കെ കുറെ കണ്ടതാ. സത്യം പറ, അന്ന് ആ ഗോപി നിൽക്കുന്നത് കണ്ടോണ്ട് മനഃപൂർവ്വം തൊട്ടി ചാടിയതല്ലേ? അയ്യോ, അങ്ങേരെ ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടതേ ഇല്ല. എന്തായാലും ബലമുള്ള കൊമ്പേ തന്നെയാ പെണ്ണ് പിടിച്ചിരിക്കുന്നത്. നല്ല തന്റെടയാ കേട്ടോ. ഇച്ചിരി മുമ്പ് ആ അംസക്കിട്ട് 2 എണ്ണം കൊടുത്തേനെ. ഇവിടെ വെച്ച് കണ്ടു. ഓ, എവിടെ വെച്ച് കണ്ടു? പെണ്ണിന്റെ ഒരു ധൃതി കണ്ടില്ലേ? വിവരം അറിയാം. ആ, പുള്ളിക്കാരനോട് വല്ലതും പറയാനുണ്ടെങ്കിലേ എന്നോട് പറഞ്ഞാ മതി. ഞാൻ ചിലപ്പോ വഴി വെച്ച് കാണും. ഈ ചേച്ചിക്ക് ഒരു നാണമില്ലല്ലോ.